എൻ്റെ പേര് സുനിത ഹബീബ്. ഞാൻ തിരുവനന്തപുരം വട്ടിയൂർക്കാവിൽ നിന്നാണ് വരുന്നത്. ഞാനിവിടെ ഉണ്ടാക്കാൻ പോകണം ലെമൺ സിസ്റ്റ് വെച്ചിട്ട് സാഫ്രോൺ വെച്ചിട്ടുള്ള ഒരു കേക്കാണ്. ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബട്ടർ ബേസ്ഡുള്ള സ്പഞ്ചാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് നമുക്ക് 240 ഗ്രാം മൈദ എടുക്കാം, ഒരു പിഞ്ച് ഉപ്പ്, 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ഇടേണ്ടത്. ഇതിനെ നമ്മൾ സീവ് ചെയ്തെടുക്കണം. നമുക്ക് 80 ഗ്രാം ബട്ടർ വേണം. 250 ഗ്രാം പൊടിച്ച പഞ്ചസാരയാണ് ചേർക്കേണ്ടത്. അപ്പം അത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നാരങ്ങയുടെ സിസ്റ്റ് എടുക്കാം. നമുക്കിതിൻ്റെ നാരങ്ങയുടെ പുറത്തുള്ള ആ സിസ്റ്റാണ് ആവശ്യം, വൈറ്റ് വരാൻ പാടില്ല. നമുക്ക് സിസ്റ്റ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഓവൻ പ്രീ ഹീറ്റ് ചെയ്യാൻ വയ്ക്കാം. 20 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടി ഓവൻ വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി പഞ്ചസാരയും ബട്ടറും കൂടെ നമ്മൾ ബീറ്റ് ചെയ്യണം. നല്ലൊരു ക്രീമി ടെക്സ്ചർ ആവുന്നത് വരെ ബീറ്റ് ചെയ്യണം. ഇതിലോട്ട് നമുക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ആദ്യം ഒരു മുട്ട ഒഴിക്കാം. ഒരു ടീസ്പൂൺ വാനില എസൻസ്, ഒരു ക്രീമി ടെക്സ്ചറായി. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു 2-3 ഇതിൽ സാഫ്രോൺ ഇട്ട് കൊടുക്കാം. കുറച്ച് ലെമൺ സിസ്റ്റും കൂടെ ഇട്ട് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. ഇതിലോട്ട് നമുക്ക് മൈദ ആഡ് ചെയ്ത് കൊടുക്കാം. പാല്, കുറച്ച് പാല്, കുറേശ്ശെ പാലും മാവും ഒഴിച്ച് മിക്സ് ചെയ്ത് എടുക്കണം. നമുക്ക് പാനിലോട്ട് ഒഴിക്കാം. ടൂത്ത് പിക്ക് ഇട്ട് ഒന്ന് വരഞ്ഞു കൊടുക്കാം. 2 പ്രാവശ്യം ഡബിൾ ടാപ്പ് ചെയ്യണം. നമുക്കിത് ഓവനിലോട്ട് വയ്ക്കാം. നമുക്ക് ഓവറിൻ്റെ ടെമ്പറേച്ചർ 30 മിനിറ്റിലോട്ടാക്കാം. നമുക്കിനി ലെമൺ കേർഡ് ഉണ്ടാക്കാം. അപ്പോൾ ഡബിൾ ബോയിൽ ചെയ്യാൻ വേണ്ടി വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലോട്ട് നമുക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഷുഗർ ഒരു 150 ഗ്രാം ഷുഗർ, ഒരു 40 ml ലെമൺ ജ്യൂസും കൂടെ ഒഴിക്കണം. ഇതിലോട്ട് കുറച്ച് ലെമൺ സിസ്റ്റും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇത് നമുക്ക് ഡബിൾ ബോയിൽ ചെയ്യാം. നല്ല തിക്കായിട്ട് വരുന്നത് വരെ ഡബിൾ ബോയിൽ ചെയ്യാം. ഇതിപ്പം കുമിളകൾ വന്നിട്ടുണ്ട്, ആയിട്ടുണ്ട്. ഇതിപ്പം ഇറക്കി വെച്ചിട്ട് ഈ ചൂടോടുകൂടി തന്നെ നമുക്ക് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. ബട്ടർ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ബട്ടർ നന്നായി അരിഞ്ഞ് ചേർന്നിട്ടുണ്ട്. നമുക്ക് ഇത് ലെമൺ കേർഡ് റെഡി ആയിട്ടുണ്ട്. ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം. 1/2 കപ്പ് വെള്ളമാണ്. അതിലോട്ട് 50 ഗ്രാം പഞ്ചസാര, 2 ടീസ്പൂണ് നാരങ്ങ പിഴിഞ്ഞതും കൂടെ ഒഴിക്കണേ. ഞാൻ ലെമൺ സിസ്റ്റം കുങ്കുമപ്പൂവും വെച്ചിട്ടുള്ള ഒരു കേക്കാണ് ഉണ്ടാക്കുന്നത്. ബട്ടർ ബേസ്ഡ് സ്പഞ്ച് കേക്ക്. പിന്നെ ഒരു ലെമൺ കേർഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു സ്പഞ്ച് ഉണ്ടാവും. പിന്നെ ഫില്ലിങ്ങും ടോപ്പിംഗ് എന്താ പറയാ? അപ്പോൾ സംശയം സാഫ്രന്റെ ലെയേഴ്സിൽ കുതിർത്തിട്ട്. അപ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഏത് ഫ്യൂഷൻ എന്ന് പറയുമ്പോൾ ഏതൊക്കെ? നാരങ്ങയും. അപ്പോൾ ഏത് കോൺസെപ്റ്റാണത്? ഏത്? സ്പെയിനും ഇന്ത്യ. അപ്പോൾ ആ കുങ്കുമപ്പൂവിൻ്റെ അത് നല്ല കിട്ടുമോ? അത് ആ ഒരു ഫ്ലേവർ ലെയേഴ്സിലുണ്ടാവും അല്ലേ? ഓക്കെ. ഷുഗർ സിറപ്പ് സോക്ക് ചെയ്യുന്ന സംഭവം ഉണ്ട്. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും നാരങ്ങ നീര് സിട്രസ് അത് കിട്ടും. ഇത് ലെമൺ കേർഡ് റെഡി ആയിട്ടുണ്ടേ.
ഈ ലെമൺ കർഡ് ഒന്ന് നമുക്ക് അരിച്ചെടുക്കാം. നല്ല സ്മൂത്തി ടെക്സ്ചറാണേ. നമുക്കിത് ആയിട്ടുണ്ടോ നോക്കാമേ. ഒരു ടൂത്ത് പിക്ക് വെച്ച് കുത്തി നോക്കാം. നമ്മുടെ കേക്ക് ബേക്കായിട്ടുണ്ടേ. നമുക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീം, ഇതിൻ്റെ മുകളിലുള്ള ഒരു ലെയർ കട്ട് ചെയ്ത് മാറ്റാം. ഈ ലെയറൊന്ന് തണുക്കണം. തണുത്തതിന് ശേഷം നമുക്ക് ഐസിങ് ചെയ്യാം. നമ്മുടെ കേക്ക് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഈ സോക്ക് ചെയ്യാനായിട്ട് 1 കപ്പ് വെള്ളവും പഞ്ചസാരയുമാണ് ഇതിനകത്ത് ചേർത്തിക്കണം. പിന്നെ കുറച്ച് സാഫ്രോണും കൂടെ ചേർത്തിട്ടുണ്ട്. ലെയറിൽ ഫില്ലിങ്സ് കൊടുക്കുന്ന ലെമൺ കർഡാണ്. നമുക്ക് അടുത്ത ലെയർ വെച്ച് കൊടുക്കാം. അടുത്ത ലെയർ വെച്ചിട്ട് നമ്മൾ സോക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പം നമ്മൾ ക്രം കോട്ട് ചെയ്തിട്ടുണ്ട് കേക്ക്. ഇത് നമുക്ക് കുറച്ച് ഒരു 10-15 മിനിറ്റ് ഫ്രിഡ്ജിനകത്ത് വയ്ക്കാം, ഫ്രീസറിലോട്ട് വയ്ക്കാം. അപ്പോൾ പെട്ടെന്ന് സെറ്റായി കിട്ടും. ഹലോ ലെമൺ സാഫ്രോൺ സെസ്റ്റ് കേക്ക്. വീട്ടിലുള്ള നാരങ്ങ. നല്ല നാരങ്ങ വീട്ടിലുണ്ടായതാണ്. നല്ല ഫ്രഷ് ഫീൽ അല്ലേ? കാണുമ്പോൾ തന്നെ നമുക്കൊരു എന്താ പറയാ, ഭയങ്കര വെരി നൈസ്. അനിയത്തിയുടെ വീടിൻ്റെ മുകളിൽ കൃഷിയുണ്ട്. കാണുമ്പോൾ നമുക്ക് ഒരു ഫ്രഷ്നെസ് തന്നെ ഫീൽ ചെയ്യും അല്ലേ? ഇത് ലെമൺ കേർഡൊക്കെ സെറ്റ്. ഇനി എല്ലാം കഴിഞ്ഞു. കവറിങ്ങിൽ ഒരു വിപ്ഡ് ക്രീമിൻ്റെ ഇത് വരുള്ളൂ അല്ലേ? ഇല്ല, ഇത് ലെയറിൽ നൈസായിട്ട് കൊടുത്തിട്ടുള്ളൂ. ഏത് ക്രീം? ഇത് അകത്തും ഉണ്ടല്ലേ? ചെറുതായിട്ട്. ശരി, ഓക്കെ. ഇത് ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ടേ. ഇനി കുറച്ച് ഡെക്കറേഷൻസും കൂടെ നമ്മൾ ചെയ്യാം. എൻ്റെ കേക്ക് ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി ടേസ്റ്റിംഗ് ടേബിളിലോട്ട് മാറ്റാം.